ഗോഡ്, യു അഗൈൻ. വീണ്ടും നിങ്ങളോ? സോ ഇന്ന് ഞങ്ങൾ സൈറ്റിൽ നേരത്തെ എത്തി. ഞങ്ങൾ നേരത്തെ എത്തിയതിന്റെ പ്രശ്നമല്ല, ചേട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് 1 മണിക്കൂർ വെറുതെ ഇരിക്കാമെന്നല്ല, ചേട്ടൻ പണിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് വി ഡോണ്ട് നോ ടു ഡു ദാറ്റ്. സോ ദിസ് ഈസ് എ ഫ്രീ അവരല്ല ഫ്രീ ടൈം ഫോർ us. സോ അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പോവാന്ന് വിചാരിച്ചാൽ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങളോട് എങ്ങനെയും പോയാൽ നല്ലതായിരിക്കും. നല്ലൊരു സമയമില്ല, പെട്രോളില്ല. അല്ല, സമയം കിട്ടും നമുക്ക്. സമയമുണ്ട്, പെട്രോളില്ല. പിന്നെ എൻ്റെ അമ്മ വിടുമെന്ന് അറിയില്ല. മറ്റൊരു അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഞാനില്ല, നീയില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇവളെ വിട്ടാ എന്നെ വിടില്ല, എന്നെ വിട്ടാ ഇവളെ വിടില്ല. സോ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ എന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവളുടെ എടുത്തിട്ടില്ല, അവളുടെ എടുക്കാം. പക്ഷെ ഇവളുടെ ഫോട്ടോ ആ സെയിം സ്പോട്ടിൽ എടുത്താൽ ഇനിയുള്ളത് ഇനി അടുത്ത സ്പോട്ട് ഇവിടെ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത സ്പോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെളിയിലില്ല, വിളിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇന്നത്തെ പ്ലാൻ. ഇന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും. മെയ്ബി ഒരു ചായ കുടിക്കാനുള്ള സ്പോട്ട് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അടുത്ത കോണ്ട്. സോ ഞങ്ങളുടെ പ്ലാനൊക്കെ മാറ്റി ഇപ്പം ഞങ്ങൾ അന്തിക്കാടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഇല്ല, ഞാൻ നല്ല വെയിറ്റ് ഉണ്ട് കൈസ്. ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വെയിറ്റ് കുറവാണ് എനിക്ക് തോന്നുന്നത്. സോ പക്ഷെ അതങ്ങനെ ഇല്ല. പക്ഷെ ഇത് ഡെയിലി ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റും. അതിനോട് കുറേ സാധനങ്ങൾ വേണ്ട. അത് ബ്ലാൻഡ് സോ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ചേട്ടൻ വരെ വന്നത് ലേറ്റ് ആവും അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ബട്ട് വി ഡോണ്ട് നോ ടു ഡു ദാറ്റ്. ഇവിടെ അടുത്തൊരു കുളമുണ്ട്, അപ്പോൾ നല്ല സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു കുളമാണ്, ബട്ട് നീന്തലൊക്കെ അറിയണം. ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കുളമാണ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നല്ല കാം ക്വയറ്റ്. ഒരു അമ്പലമൊക്കെ ഉണ്ട്, 2 അമ്പലമുണ്ട് റൂമിനോട്. ഐ ഗെസ് യെസ്, 2 അമ്പലം. ഇവിടത്തെ ആണെങ്കിലും എനിക്കറിയില്ല. അവിടെ ഒരു ഇത് അമ്പലം, അത് അമ്പലമല്ല ഉണ്ടി. ഓക്കെ, സോ വട്ടവർ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ നൈറ്റൊക്കെ ആകുമ്പോൾ വന്ന് നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാകുന്നു. സോ അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മളെന്ത് ചെയ്യും? ഇനി ഞങ്ങൾ വീട്ടിൽ പോയിരിക്കും മിക്കവാറും. ഇനി കുറച്ചും കൂടി നല്ല സ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഇവിടെ നല്ല ജിം ചെയ്യാനൊക്കെ പറ്റിയ, കുഞ്ഞു പിള്ളേരൊക്കെ വയ്ക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. പ്ലേസ് ഇസ് ഗുഡ്. നല്ല ചെടികൾ, ഒരു കാമാണ്. ഇവിടെ ഈവനിങ്സ് ഒക്കെ ആകുമ്പോൾ പൊതുവെ ആൾക്കാർ ഇങ്ങനെ നടക്കാനും അതുപോലെ തന്നെ ചെറിയ വർക്കൗട്ട്സ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. മോർണിംഗ് പിന്നെ ഏർലി മോർണിംഗും വരാറുണ്ട്. പിന്നെ ഈവനിങ് ജോലിക്ക് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടേക്ക് ഡയറക്റ്റ് വന്ന് ചുമ്മാ കുറച്ച് നേരമൊക്കെ നടന്ന് അങ്ങനെ ഈവനിങ് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നൈസ് ആക്ച്വലി. അവളെപ്പോഴും സാധനം നോക്കി തപ്പി പിടിച്ച് അത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇരുന്നിട്ടാണ് അന്ന് കയറിയിട്ട് ഒന്നാമത്തെ ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓവറാക്കാതെ. അതല്ല വീട്ടും താങ്ങും നോക്ക് നീ ഇനി അടുത്ത അമ്മയ്ക്ക്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ മണ്ണം കുറച്ചെടുക്കുന്നു. ഒരു ദിവസം പക്ഷെ ഞാൻ ഇത് ചെയ്യും. ഞാൻ ചിരിക്കണോ കരയണോ? അവള് ചെയ്യും. ഭാവിയിലുള്ള ഏതെങ്കിലും സത്യമാണോ ഈ പറയുന്നത്? ഈ
എവിടെയെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അല്ല പിന്നെ വാശിയാണ്. വെയിറ്റ് കുറച്ച് വന്നിട്ട് സോ നമ്മൾ തിരിച്ചു പോയിരിക്കില്ലേ. അവിടെ ഒരു സ്പോട്ട് ഇതിരി വഴി നടന്നു കഴിഞ്ഞിട്ട് അവിടെ ഫോറസ്റ്റ് പോലെ കാണുന്നുണ്ട്. ഫോറസ്റ്റ് അതല്ല, ആ ചെടികളുടെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാം. വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, ആ സൈഡില് നോക്കി നോക്കാം നമുക്ക്. സോ ഞങ്ങൾ തിരിച്ചു പോവാം. ഞാൻ തിരിച്ചോട്ട് ചേട്ടൻ പറഞ്ഞ പണി കുറച്ചും ചെയ്യാൻ നോക്കട്ടെ. എന്തായാലും കിട്ടില്ല. സോ ചേട്ടൻ വരുമ്പോ പക്ഷെ അവിടെ പോയാലൊരു പ്രശ്നം എന്താ വെച്ചാല് ഇൻസെക്ട് മോസ്കിറ്റോ അത് ഞങ്ങളുടെ ബ്ലഡ് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഭയങ്കരമായിട്ട് ചെല്ലുമ്പോഴത്തേനും തുടങ്ങും. സിവിൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഞങ്ങള് അനുഭവിച്ചറിയുന്നുണ്ട് ഗൈസ്. സോ ഇപ്പോഴാണ് ഞാൻ കാൽവിൻ സാർ പറയുന്നതൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. Later that same evening. Okay guys. ഞങ്ങളുടെ ഇന്നത്തെ വർക്ക് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകും. സോ അപ്പോ we want to share something. ഒരു സ്ട്രേഞ്ച് തിങ് ഉണ്ട്. ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് നടന്നു വരായിരുന്നു. അപ്പൊ നടന്നു വരുന്ന സമയത്ത് അറ്റത്തു നിന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഇത് റോഡാണല്ലോ, വണ്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ വെള്ളമാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് നീങ്ങി നടക്കാം. അപ്പൊ വെള്ളം നേരത്താവണതിന്റെ ടെൻഷനിൽ ഞങ്ങളുടെ മുഖം ഇങ്ങനെ ഇരുന്നത്. ഇവിടെ കുറച്ച് ഇങ്ങനെ നിന്നേ അല്ല, ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇതിപ്പോ വിളിച്ചിരിക്കണ്ട, നല്ല ദേഷ്യത്തിലായിരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. അപ്പൊ ആദ്യം ഞങ്ങളുടെ അടുത്തെത്തിയിട്ട് മോന്ത് കുറച്ചുകൂടി കയറ്റി പിടിക്കും. ഇങ്ങനെ വയ്യാന്ന് തോന്നുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഉണ്ടല്ലേ ആരാണാവോ ഗൈസ്. സോ ഞങ്ങൾക്ക് ആദ്യം പേടിയായി. ഞങ്ങൾ വേഗം സൈക്കിളിലോട്ട് വേഗം കയറി. ഞങ്ങൾ വേഗം ചേട്ടൻ്റെ അടുത്തേക്ക് കയറിപ്പോയി. അതായിരിക്കും സേഫ് എന്ന് തോന്നി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ സ്ട്രെയിൻ കാണാൻ അറിയില്ല. ബൈ ഫോർ നൗ. Bye bye.